ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وقرة أعيننا محمد صلى الله عليه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ചെറു ഒത്തുകൂടലിനെ അല്ലാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ഈ ഇൽമു പഠിക്കാനുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അതിൻ്റെ പ്രതിഫലകാംക്ഷയോടുകൂടി ഒത്തുകൂടിയിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വണ്ണമേറിയ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മേലോ ഏതെങ്കിലും നിറത്തിന്റെയോ വർഗത്തിന്റെയോ പേരിൽ പ്രത്യേക സ്ഥാനീയമൊന്നും അവർക്ക് നൽകിയിട്ടില്ല. അതായത് വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ ഓതപ്പെട്ട ആയത്ത് സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത ഗോത്രങ്ങളാക്കി, വ്യത്യസ്ത നാടുകളിലാക്കി, മനുഷ്യന് വ്യത്യസ്ത കോലങ്ങൾ നൽകി, വ്യത്യസ്ത ഭാഷകൾ നൽകി. ഇതെല്ലാം മനുഷ്യരെ വിഭജിക്കുന്ന, മനുഷ്യന് വ്യത്യസ്തത കൽപ്പിക്കുന്ന, മനുഷ്യർക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിഫറൻസ് കൽപ്പിക്കുന്നതൊന്നുമല്ല. മറിച്ച് ഈ വിഭജനം ലിതആറഫു, മനുഷ്യർക്ക് പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒരേ കോലത്തിലായാൽ പരസ്പരം എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്ത ഗോത്രങ്ങളെ പടച്ചു, വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട്, വ്യത്യസ്ത ഭാഷകളിൽ ഉടമകളായിട്ട് മനുഷ്യരെ പടയ്ക്കുകയുണ്ടായി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നാം മനസ്സിലാക്കണം, വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും ആ ദീനുൽ ഇസ്ലാമിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഉത്തമ ഗുണമാണ് എല്ലാവരെയും തോളോട് തോട് ചേർന്ന് നിൽക്കുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെ മഹാ ആശയം പങ്കുവെക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. അതില് പ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയെ വിഭജിച്ചിട്ടുണ്ട്. അതേതെങ്കിലും നിറത്തിന്റെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഭാഷയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും കോലത്തിന്റെ അടിസ്ഥാനത്തിലോ ഒന്നുമല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിക്കിടയിൽ ചില വിഭജനങ്ങൾ നടത്തിയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഈ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് നോക്കുക, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അല്ലാഹു പറയുന്നു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ ഏറ്റവും ഉത്തമർ, നിങ്ങളുടെ ഏറ്റവും ആദരണീയർ, അവർ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവരാണോ അവർക്കാണ് ആദരണീയ കൂടുതൽ, അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനം കൂടുതൽ. ഇങ്ങനെ ഒരു വിഭജനം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലി എന്നൊക്കെ പറയുന്ന ഹദീസുണ്ട്. അഹ്സനുഹും ഖുലുക, സൽസവാബി, മറ്റുള്ളവരോട് നല്ല നിലയിൽ ഇടപഴകുന്നവർ, ഇവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ഥാനം പ്രത്യേകമായി കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ കറുത്തവന്, വെളുത്തവൻ, സലാമത്തുകാരൻ അല്ലെങ്കിൽ വേറെ നാട്ടുകാരൻ, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതരമായ തിരുവനന്തപുരംകാരൻ, കൊല്ലംകാരൻ, അങ്ങനെ ഒരു വിഭജനം ഇല്ല. ഇന്ന നാട്ടുകാർക്ക് സ്ഥാനം,
ഇന്ന തൊലിക്കട്ടിയുള്ളവർക്ക് സ്ഥാനം, ഇന്ന നിറമുള്ളവർക്ക് സ്ഥാനം, അങ്ങനെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഏറ്റവും സൽഗുണമായവർ, നിങ്ങൾ ഏറ്റവും തഖ്വ മുറുകെ പിടിക്കുന്നവർ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമാണ്. നിങ്ങൾ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അപ്പൊ ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലും വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളിലും പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിഭജനമുണ്ട്. അല്ലാതെ പ്രായം കൂടിയവർ, കുറഞ്ഞവർ, നിങ്ങൾ ഏറ്റവും ഉത്തമർ, അങ്ങനെ നിങ്ങളുടെ ചേരികൾ തിരിച്ച് വർണ്ണന അനുസരിച്ച് ഒരു വിഭജനമില്ല. വിശുദ്ധമായ ഖുർആനിലോ ഹദീസിലോ കാണാൻ സാധിക്കില്ല. അത്തരം ഒരു വിഭജനമാണ് ഇവിടെ ഉള്ളത്. ഈ ആയത്തിൽ ശ്രദ്ധിക്കുക, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അറബി ഗ്രാമർ പഠിക്കുന്നവർക്കറിയാം, ഇസ്മു തഫ്ദീൽ എന്ന് പറഞ്ഞാൽ ഒരു ഗുണം ഏറ്റവും കൂടുതൽ, ആ കൂട്ടത്തിലുള്ളവർ. ഇന്ന അക്രമക്കും, നിങ്ങൾ ഏറ്റവും ആദരണീയർ, അത്ഖാക്കും, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും കൂടുതൽ തഖ്വയുള്ളവരാണ്. അപ്പൊ ഈ തഖ്വ ഉണ്ടാക്കിയെടുക്കുക എന്ന, അള്ളാഹുവിനോടുള്ള സൂക്ഷ്മത ഉണ്ടാക്കിയെടുക്കുക എന്നത് അത് ഇൽമിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിഞ്ഞാൽ മാത്രമേ അള്ളാഹുവിനോടുള്ള ഭയം, അള്ളാഹുവിനുള്ള സൂക്ഷ്മത, ഇരുടകളിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒറ്റയ്ക്കാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റു ഇടപാടുകൾ നടത്തുമ്പോൾ, ജീവിതത്തിന്റെ ഇകല മേഖലകൾ നമുക്ക് തഖ്വ വേണമെങ്കിൽ നമുക്ക് അള്ളാഹു വെച്ചിരിക്കുന്ന ഈ പ്രത്യാശാസ്ത്രത്തെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് തഖ്വ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, അത്തഖ്വ ബിൽ ഇൽം ബിഖദരിൽ ഇൽം, ഇൽമിന്റെ അളവനുസരിച്ചാണ് തഖ്വയുടെ അളവ്. അപ്പം നമ്മള് വിശുദ്ധമായ ഖുർആന്റെ മറ്റൊരു ആയത്തിലേക്ക് നമുക്ക് പോകാം. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ. രണ്ട് നിലയിൽ ഓതപ്പെട്ടിട്ടുണ്ട്, രണ്ട് ഖിറാഅത്തുണ്ട് ഇവിടെ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാഉ എന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാഅ എന്നുണ്ട്. രണ്ടും അർത്ഥത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഒന്ന്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാഉ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ കൂടുതലായി ഭയക്കുന്നവർ അൽ ഉലമാഉ, അത് അറിവുള്ളവരാണ്, പണ്ഡിതന്മാരാണ്. കാര്യം പണ്ഡിതന്മാർ അത് ഇൽമ പഠിച്ച് ആ അമല് അനുസരിച്ച്, ഇൽമ പഠിച്ചതനുസരിച്ച് അമൽ ചെയ്യുന്ന പണ്ഡിതന്മാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. അല്ലാതെ ഇൽമ പഠിച്ചിട്ട് വെറുതെ തേരാപ്പാര കറങ്ങി നടക്കുക, ഹിഫ്ള് പഠിച്ച്, ഖുർആൻ പഠിച്ച്, ഹദീസ് പഠിച്ച്, ഫിഖ് പഠിച്ച്, അങ്ങനെ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഖുർആൻ ബൈഹാർട്ട് ചെയ്തു, എന്നിട്ട് ഈ ആലിം കോഴ്സ് പഠിച്ചു, എന്നിട്ട് വെറുതെ ബൈക്കിൽ തേരാപ്പാറ കറങ്ങി നടക്കുക, അല്ലെങ്കിൽ വേറെ ദുനിയാവിയായ കാര്യങ്ങളിൽ ഇടപഴകി അതുമായി കഴിഞ്ഞു കൂടുക, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇൽമ പഠിക്കുക, ആ ഇൽമ നാഫിയാക്കുക, അതിനെ പറ്റിയാണ് വിശുദ്ധമായ ഖുർആനില് ഈ ഉലമാ കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അൽ ഇൽമു നൂറുൻ യഖ്ദിഫുല്ലാഹു ഫി ഖൽബിൽ മുഅ്മിൻ. മുഅ്മിന്റെ ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിക്കുന്ന പ്രത്യേകതരമായ ഒരു നൂറാണ്. സാധാരണ ഒരു ഹദീസാണ്, ഈ ലോകാവസാനത്തിനുള്ള ഒരു അടയാളമാണ് ഖബദുൽ ഇൽമ്, ഉലമാക്കളെ പിടിക്കപ്പെടുക എന്നുള്ളത്. ഉലമാക്കൾ ഒരുപാട് പേര് മരണപ്പെടും. നമ്മൾ നോക്കുമ്പോൾ കോനയായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് സ്ഥാപനങ്ങൾ വളരുന്നു, ആലിമീങ്ങൾ ഇഷ്ടം പോലെ, കഴിഞ്ഞ മുമ്പുള്ളതിനേക്കാൾ ഇരട്ടിയായിട്ട് ആലിമീങ്ങൾ ഇറങ്ങുന്നു. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, നൂറുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഉലമാക്കൾ അവരെന്ന് വളരെ വിരളമാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന മുത്തഖീങ്ങളായ ആ ഉലമാക്കളെയാണ് നമ്മുടെ ദീനിന്റെ സമുദായത്തിന് ആവശ്യം. അങ്ങനെയുള്ള ഉലമാക്കള് വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള ഉലമാക്കളെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിന്റെ ദാസന്മാരിൽ അള്ളാഹുവിനെ ഭയക്കുന്നത് അത് ഉലമാക്കളാണ്. ഈ മറ്റൊരു ഞാൻ ഓതിയ ആയത്ത്, ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി അൽ ഉലമാ. അല്ലാഹു അവിടെ ഖശിയയുടെ അർത്ഥം ആദരിക്കുകയാണ്. ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹി, അല്ലാഹുവിന്റെ അടിമകളിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ആദരിക്കുന്നത് അൽ ഉലമാ. ആരെയാണ്? അല്ലാഹുവിന്റെ ഇൽമ പഠിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരെയാണ്, നൂറിന്റെ ഉടമകളെയാണ്. ഇങ്ങനെ ഒരു വേർതിരിവ്. അപ്പം ഈ ഉലമാക്കള്, ഇൽമ പഠിച്ചവർ, ഇൽമുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിനെ ശരിയായ രീതിയിൽ അറിയാൻ സാധിക്കൂ. അപ്പൊ ഇൽമിനനുസരിച്ച്, ഇൽമ എത്രത്തോളം പഠിക്കുന്നു അത്രത്തോളം അള്ളാഹുവിനെ അറിയാൻ പറ്റും.
അപ്പൊ എത്രത്തോളം അള്ളാഹുവിനെ അറിഞ്ഞ് തഖ്വ ഉണ്ടാകുന്നു, ആ അറിവിലൂടെ തഖ്വ ഉണ്ടാകുന്നു, അങ്ങനെയുള്ളവർക്ക് അതിനനുസരിച്ച് അത് ആദരവ്, ആ അള്ളാഹുവിന് അദ്ദേഹത്തോടുള്ള ആദരവ് ഇങ്ങനെ വർദ്ധിക്കും. ഇതാണ് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ വിചാരിക്കും അള്ളാഹു പല ഗോത്രങ്ങളാക്കി, പല കോലത്തിലാക്കി, പല ഭാഷയ്ക്ക് ഉടമകളാക്കി, പല സ്ഥലങ്ങളിലാക്കി, എന്നിട്ട് പറയുന്ന വാക്കിൽ ഇത് ആറഫു, പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാ. അള്ളാഹ് അറിയില്ലേ? തീർച്ചയായിട്ടും അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇന്ന അല്ലാഹ അലീമുൻ, തീർച്ചയായും അള്ളാഹ് അറിവുള്ളവനാണ്. അള്ളാഹ് ഈ കാര്യങ്ങളൊക്കെ പറയാം. നിങ്ങളിപ്പോ ഏത് ഗോത്രത്തിൽപ്പെട്ട എങ്ങനെ ആയാലും അത് നിങ്ങളുടെ പേര് പറഞ്ഞില്ല, നിങ്ങളുടെ അഡ്രസ് ഇല്ല എങ്കിലൊക്കെ എന്ത് ചെയ്യും? അള്ളാഹുവിനെ തിരിച്ചറിയും. ഇന്ന അല്ലാഹ അലീമുൻ ഖബീറുൻ, അറിവുണ്ടെന്ന് മാത്രമല്ല, വേണമെങ്കിൽ നിങ്ങളൊക്കെ കാണിക്കുന്ന ഓരോ കുറ്റങ്ങൾ വേണേ അവൻ എന്ത് ചെയ്യാം? ഖബീറുൻ, വിളിച്ചു പറയാൻ കഴിവുള്ളവനാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഇന്ന അല്ലാഹ അലീമുൻ ഖബീർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ ഒരു ഐക്യത്തിന്റെ വലിയൊരു പാഠം എന്ത് ചെയ്യുന്നുണ്ട്? വിശുദ്ധമായ ഖുർആന്റെ ഈ ആയത്ത് നൽകുന്നുണ്ട്. എല്ലാവരും ഒരേ ചേരിയാണ്, എല്ലാവരും ഒറ്റ വാപ്പാന്റെ മക്കളാണ് എന്നുള്ള വലിയൊരു സന്ദേശം ഈ ആയത്ത് നമുക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് നമുക്ക് കാണാം. യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബകും വാഹിദ് വഇന്ന അബാകും വാഹിദ് അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അഅജമിയ്യിൻ വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ ലിഅഹ്മർ അലാ അസ്വദ് വലാ അസ്വദ അലാ അഹ്മർ. ജനങ്ങളെ, നിങ്ങളുടെ രക്ഷിതാവ് ഒന്നാണ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അറബിയിലെ അജമികളെക്കാൾ പ്രത്യേക മഹത്വമൊന്നുമില്ല. തിരിച്ചും അറബികൾക്ക് അജ്മികളെക്കാൾ പ്രത്യേക മഹത്വമൊന്നുമില്ല. അറബിയ എന്ന നിലയിൽ അല്ലെങ്കിൽ അനറബിയ എന്ന നിലയിൽ പ്രത്യേകം അറബികൾക്ക് ഒരു പ്രത്യേക മഹത്വം, അല്ലെങ്കിൽ അജമികൾക്ക് പ്രത്യേക മഹത്വം, അല്ലെങ്കിൽ കറുത്തവന് പ്രത്യേക മഹത്വം, അല്ലെങ്കിൽ വെളുത്തവന് പ്രത്യേക മഹത്വം, അങ്ങനെ മറ്റൊരാളെ മഹത്വപ്പെടുത്തുന്ന ഇങ്ങനെ വർഗത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിൽ അങ്ങനെ ഒരു വർഗീകരണം ഇസ്ലാമിൽ ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർത്തും പറയുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കണം, ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന പാഠം. ഇബ്നു സൗദ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയങ്കരനായ സഹാബി ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്ന ഒരു സന്ദർഭം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കറുത്ത വർഗ്ഗക്കാരിയുടെ മകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപാടെ റസൂലുള്ളാഹി നിങ്ങൾക്ക് ദേഷ്യം വന്നു, ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. എന്തിനാ ഈ വർഗീകരണം? കറുത്തവൻ വെളുത്തവൻ, വെളുത്തവൻ കറുത്തവൻ, അങ്ങനെ കറുത്തവന് പ്രത്യേക മഹത്വമില്ല, വെളുത്തവന് പ്രത്യേക മഹത്വമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബിയെ വിളിച്ച് ശകാരിക്കുകയും ആ സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ നിന്ന് പോയി ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പൊരുത്തം മേടിക്കുന്ന ഒരു സംഭവം ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ബിലാൽ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, കറുത്ത നീഗ്രോ അടിമ, കറുത്ത ആ നീഗ്രോ അടിമ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അധ്യാപനം ഇവിടെ കാണിക്കുകയാണ്. ആ നീഗ്രോ അടിമയാണ് സഹാബാക്കൾ റളിയല്ലാഹു അൻഹു എന്ന് നാം പറയുന്നത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിലേക്ക് വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യ മുഅദ്ദിൻ എന്ന പട്ടം ചാർത്തുകയും ചെയ്തു. വിശുദ്ധ കഅബാലയത്തിന് മുകളിൽ കയറിയെന്ന് സുന്ദരമായ ശബ്ദത്തിൽ മനോഹരമായ ബാങ്ക്, ഇസ്ലാമിന്റെ ആദ്യ പ്രഖ്യാപനം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് മുഴക്കിയത് കഅബാലയത്തിന്റെ മുന്നിൽ, കഅബാലയത്തിന്റെ മുകളിൽ കയറി എന്ന് മുഴക്കിയത് അത് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിൽ ഇങ്ങനെ ഒരു വർണ്ണ വിവേചനമില്ല. നമ്മൾ നോക്കുക, നമ്മളെല്ലാവരും ആദരിക്കുന്ന, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന, നമുക്ക് കണ്ടിരുന്നുവെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന ചില പണ്ഡിതന്മാരുണ്ട്, ചില അയിമത്തുകളുണ്ട്. ആ അയിമത്തിൽപ്പെട്ട ചില അയിമത്തുകളാണ് സിഹാഉ സിത്തയുടെ അയിമത്തുകൾ. നമുക്കറിയാം, മക്ക മുക്കറമയിൽ ഇന്ന് ദർസുകൾ നടക്കുന്നുണ്ട്, മദീന മുനവ്വറയിൽ ഇന്ന് ദർസുകൾ നടക്കുന്നു. ലോകത്തിന്റെ അഖില മേഖലകളിലും ഈ മഹാന്മാരുടെ സിഹാഉ സിത്ത എഴുതിയ മഹാന്മാരുടെ ഗ്രന്ഥങ്ങൾ വായിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ബുഖാരി ഇമാം, മുസ്ലിം, അബൂദാവൂദ്, തിർമിദി, നസായി, ഇബ്നു മാജ, ഈ 6 പേർ ഇവരാരും അറബികളല്ല. ഇവർ വ്യത്യസ്തമായ മറ്റ് പല നാടുകളിലുള്ളതാണ്. ഇമാം ബുഖാരി അബൂ അബ്ദുല്ലാ മുഹമ്മദ് ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ബുഖാരി റഹ്മഹുല്ലാഹ്, ഇദ്ദേഹം ബുഖാര എന്ന നാട്ടിലാണ്, അറബി നാടല്ല ബുഖാര എന്നത്.
മുസ്ലിം ഹജ്ജാജ് അൽ ഖുശൈരി നൈസാബൂറുകാരനാണ്. തിരുമല എന്ന നാട്ടിലെ ഇമാം തിർമിദി റഹ്മഹുല്ലാ, ഇതുപോലെ സജിസ്ഥാൻ എന്ന രണ്ട് രീതിയിൽ പറയാറുണ്ട്. ആ അബൂദാവൂദ് റഹ്മഹുല്ലാ സജിസ്ഥാൻകാരനാണ്. ഇങ്ങനെ ഇബ്നു മാജ റഹ്മഹുല്ലാ ഖസ്വീൻകാരനാണ്. ഇമാം നസായി റഹ്മഹുല്ലാ നസാകാരനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബികൾക്ക് പ്രത്യേക മഹത്വം കൊടുത്തിട്ടില്ല, അനറബികൾക്കും പ്രത്യേക മഹത്വം ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് പ്രത്യേക വർണ്ണ വിവേചനം അത് അറബിയിൽ ഇല്ല, അത് ഇസ്ലാമിലില്ല. പരസ്പരം സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും ചേർത്ത് പിടിക്കുന്ന മതമാണ് ഇസ്ലാം. ഇവിടെ ഈ ആയത്തുകള്, ഈ മറ്റൊരു ആയത്തുമുണ്ട്, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. ഇതൊക്കെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ആയത്തുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വേർതിരിവില്ല എന്ന് പറയാൻ ഉപയോഗിച്ച ആ ഹദീസിന്റെ ആരംഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപയോഗിച്ച വാക്ക് യാ അയ്യുഹന്നാസ് എന്നാണ്. ഈ രണ്ട് ആയത്തുകളിലും പ്രധാനമായിട്ട് വന്നതും യാ അയ്യുഹന്നാസ് എന്നാണ്. അതായത് ഇസ്ലാമിൽ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരോടും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും വായാതനങ്ങൾ തുറന്നിട്ട് കൊടുക്കണം എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ഈ ആയത്തുകൾ നൽകുന്നത്. യാ അയ്യുഹൽ മുഅ്മിനീൻ വിളിച്ചില്ല, യാ അയ്യുഹന്നാസ്. ഇനി മുഅ്മിനീങ്ങളെ മാത്രം ശക്തിപ്പെടുത്തിക്കൊണ്ട് മുഅ്മിനീങ്ങളുമായി നിങ്ങൾ അവരുമായി പ്രത്യേകം ബന്ധപ്പെടേണ്ടതുണ്ട്, അവരുമായി പ്രത്യേകം നമ്മൾ ബന്ധം കൂട്ടിയുറപ്പിക്കേണ്ടതെന്ന് മറ്റൊരു ആയത്ത് നമ്മളെ സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നവൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫാസ്ലിഹൂ ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. ഇന്നവൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ എല്ലാവരും സഹോദരന്മാരാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഖുർആനിൽ പറഞ്ഞേക്കരാ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഇന്നമാണ് പ്രത്യേകം നമുക്കറിയാം. ഒരു കാര്യത്തെ കുറച്ചുകൂടെ തീവ്രമായിട്ട് ശക്തിപ്പെടുത്തി പറയാനാണ് ഇന്നമ വരുന്നത്. അപ്പൊ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങൾ തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണെന്നല്ല പറഞ്ഞത്, സഹോദരങ്ങൾ തന്നെയാണ്, പരസ്പരം സഹോദരങ്ങളാണ്. നീ ഇവിടെ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം. അഹുവിന് സാധാരണ രണ്ട് ജെമ്മുണ്ട്. ഒരു വിശുദ്ധമായ അറബി ഭാഷയില് ഓരോ വാക്കുകൾക്കും തീവ്രമായ അർത്ഥങ്ങളുണ്ട്. അപ്പം അഹുവിന് ബഹുവചനമായിട്ട് രണ്ട് ബഹുവചനമുണ്ട്, ഒന്ന് ഇഖ്വത്ത്, മറ്റൊന്ന് ഇഖ്വാൻ. അപ്പം ഇഖ്വാൻ എന്ന് പറഞ്ഞാല് ചെങ്ങാട്ടത്തിലൂടുണ്ടാകുന്ന സാഹോദര്യ ബന്ധത്തിനാണ് ഇഖ്വാൻ എന്ന് പറയുക. സഹോദര നമ്മൾ സാധാരണ വിളിക്കാറില്ലേ? സാധാരണ ഇപ്പൊ അതിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് അഹ് എന്ന് വിളിക്കുന്നതിന് പകരം ഇപ്പൊ ബ്രോവിളിയായി. ഒരു ബ്രോവിളി അഹ് എന്ന് വിളിക്കുന്നതിന് പകരം സഹോദര. പണ്ട് യാ അയ്യുഹൽ അഹ് എന്നൊക്കെ വിളിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ എന്താണ്? ഇപ്പൊ ബ്രോവിളിയാണ്. അത് ചുരുക്കി ബ്രദറൊന്നും അല്ല, സഹോദരൊന്നും അല്ല, നേരെ പാശ്ചാത്യരുടെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് സ്ഥാനം നൽകിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്രോ എന്ന് വിളിക്കും അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് ഈ സഹോദര എന്നുള്ള ചെങ്ങാട്ടത്തിലൂടെ ഉണ്ടാകുന്ന സഹോദര ബന്ധത്തിനാണ് എന്തെന്ന് പറയുക? ഇഖ്വാൻ എന്ന് പറയുക. എന്നാൽ ഇഖ്വത്ത് എന്ന് പറയുക രക്തബന്ധത്തിലൂടെ, ഈ രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന സഹോദരൻ എന്ത് പറയുക? ഇഖ്വത്ത് എന്ന് പറയുക. അപ്പൊ മുഅ്മിനീങ്ങൾ പരസ്പരം എന്ത് തന്നെയാണ്? ഈ രക്തബന്ധത്തിലൂടെ ഉണ്ടാകുന്ന ആ കുടുംബക്കാര് തന്നെയായ സഹോദരങ്ങൾ തന്നെയാണ്. ഇത് വിശുദ്ധമായ ഖുർആൻ ഐക്യത്തിന്, അതായത് മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള അവര് ഒത്തൊരുമയോടുകൂടി കഴിയണമെന്ന് പറയുന്ന പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്ന പ്രധാനപ്പെട്ട ആയത്താണ്. എന്നിട്ട് ഇന്നവൽ മുഅ്മിനൂന ഇഖ്വത്തുൻ തുടർന്ന് പറയുന്നു ഫാസ്ലിഹു ബൈന അഖവൈക്കും. നിങ്ങൾ നിങ്ങളുടെ ഇരു സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി, നിങ്ങളൊന്ന് ഇത് മനസ്സിലാക്കണം. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഇത് മനസ്സിലാക്കണം. മുഅ്മിനീങ്ങളാണ്, പരസ്പരം വഴക്കുണ്ടാക്കാൻ പാടില്ല, പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല, അടിയുണ്ടാക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടൊന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന്, അഥവാ ആർക്കെങ്കിലും ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ വഴക്കുകളോ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവർക്കിടയിൽ അവർ രണ്ടുപേരെ നമ്മൾ പ്രത്യേകമായി ഉപദേശിക്കണം. ഉപദേശിക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും അവർക്കിടയിൽ നമ്മൾ ആ ബന്ധത്തെ നമ്മൾ ഊട്ടിയുറപ്പിക്കുകയും വേണം. അങ്ങനെ ഊട്ടിയുറപ്പിച്ചാൽ അള്ളാഹു നമ്മുടെ കരുണ കിട്ടാൻ കാരണമാകുന്ന മഹാന്മാര് പറയുന്നുണ്ട്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ലഅല്ലകും തുർഹമൂൻ. നിങ്ങൾക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കാരുണ്യം, പ്രത്യേകതരമായ അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
നമുക്ക് എന്തിനും ഒരു പരിചയമാണ് ദുആ എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ സാഹോദര്യ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ ഏൽക്കപ്പെട്ടു, അഥവാ മുസ്തഫാമിക്ക് അസ്ലമിനോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം, എന്തെങ്കിലും ഒരു പിണക്കിടയിൽ ഉണ്ടായി, ഒരിക്കലും സലാം പറഞ്ഞിട്ട് മുസ്തഫാമി എത്ര സലാം പറഞ്ഞിട്ട് അസ്ലം എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യണില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശക്തമായിട്ട് അള്ളാഹുവിനോട് അങ്ങ് ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ എല്ലാ നന്മയായ എല്ലാ വളർച്ചയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. അത് തിരിച്ചു ഇനി ഒരാളെ മാത്രം പറഞ്ഞത് വഴക്കുണ്ടാക്കണം, അതായത് തിരിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മള് എത്രത്തോളം ദുആ ചെയ്യുന്ന അത്രത്തോളം അള്ളാഹു അടുപ്പിച്ച് നൽകും. സാധാരണ വെറുപ്പുണ്ടായ, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളോടൊരു ബാഡ് ഫീലിംഗ് നൽകുന്ന, ബാഡായ നിലയിൽ ടച്ച് ചെയ്യുന്ന, ഒരു മോശം രീതിയിൽ നമ്മൾ അവഗണിച്ച് കളഞ്ഞ ചില സുഹൃത്തുക്കൾ നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ദുആയിൽ അവരെ ഉൾപ്പെടുത്തിയപ്പോ അള്ളാഹു അവരെയൊക്കെ അടുപ്പിച്ച് നൽകി. ഇപ്പൊ ഏറ്റവും നല്ല മിത്രങ്ങളാണ്. അപ്പൊ അതേ കണക്ക് ഈ ദുആ ഞാൻ ഈ സാഹചര്യം അനുസരിച്ച് ഓർമ്മപ്പെടുത്തിയാണ്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പടക്കങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടായാൽ സഹോദര്യം എന്ന് ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, പരസ്പരം സലാം പറയുക വരുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് കാര്യമായി ദുആ ചെയ്യുക. ഈ ബന്ധത്തെ പറ്റി എത്രത്തോളം സഹോദരങ്ങൾ പരസ്പരം ബന്ധമാണെന്ന്, മുഅ്മിനീങ്ങൾ പരസ്പരം നല്ല നിലയിൽ ബന്ധമാണെന്ന് ഉറപ്പിച്ചേരുന്ന മറ്റൊരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസാണ്, മസലൽ മുഅ്മിനീന ഫീ തവാദ്ദുഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദ് ഇദാ ഇസ്തകാ മിൻഹു ഉദുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സിഹരി വൽ ഹുമ്മ. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും ഒരു വേദനകളോ എന്തൊക്കെയോ അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ശരീരത്തിന് സ്വസ്ഥത ഉണ്ടാവില്ല. അതെല്ലായിടത്തും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. എന്നതുപോലെ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പരസ്പരം എത്രത്തോളം ഐക്യമാണോ അത്രത്തോളം മുഅ്മിനീങ്ങൾ പരസ്പരം ഐക്യമുള്ളവരാകണം. അവർ സ്നേഹബന്ധത്തെ നിലനിർത്തുന്നവരാവണം. അവർ പരസ്പര സാഹോദര്യ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നവരാകണം എന്ന് ഈ ഹദീസിന്റെ ഈ മനോഹരമായ ഉപമയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അൽ മുസ്ലിം അഖുൽ മുസ്ലിം ലാ യദ്ലിമു വലാ യസ്ലിമു വമൻ കാന. അതായത് മുസ്ലിങ്ങൾ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. അവനെ അവർ ഉപദ്രവിക്കുകയില്ല, മറ്റൊരാള് ഉപദ്രവിക്കുന്നതിന് വേണ്ടി വിടുകയുമില്ല. വമൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ വമൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമിൽ ഖിയാമ. ആരെങ്കിലും തന്റെ മുഅ്മിന് ഒരു സഹായം ചെയ്യാൻ വേണ്ടി ആ മുഅ്മിന്റെ സഹായത്തിൽ കഴിയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകിക്കൊണ്ട്, നമ്മുടെ ഇൽമിൽ വർധനവ് നൽകിക്കൊണ്ട്, നമ്മുടെ തഖ്വ വർദ്ധിപ്പിച്ചുകൊണ്ട്, നമുക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകിക്കൊണ്ട്, അങ്ങനെ ജീവിതത്തിന്റെ മറ്റു എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളെയൊക്കെ നീക്കിക്കൊണ്ട് ഒരു സഹായം ചെയ്യുമ്പോൾ ആ സഹായം അല്ലാഹു സുബ്ഹാനഹു വ തആല, മറ്റൊരാളെ സഹായം ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാര്യമായി അല്ലാഹു പരിഗണിക്കും, കാര്യമായി അല്ലാഹു സഹായിക്കും. എന്ന് മാത്രമല്ല, ആരെങ്കിലും ഒരാളുടെ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് നാം മാറ്റി കൊടുക്കുകയാണെങ്കിൽ, ആ ബുദ്ധിമുട്ട്, ആ ഭാരം, ആ മനുഷ്യൻ അനുഭവിക്കുന്ന ആ വേദനയെ നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ അല്ലാഹു സഹായിക്കും. എന്ന് മാത്രമല്ല, ഖിയാമത്ത് നാളിലുണ്ടാകുന്ന ആ കാഠിന്യമായ ദിവസത്തിന്റെ ഭാരത്തെ അല്ലാഹു മാറ്റും. അത്രത്തോളം ഹദീസിൽ വ്യക്തമായി പറയുകയുണ്ടായി, മൻ സതറ മുസ്ലിമൻ സതറഹു അല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, അത് പോസ്റ്റർ അടിച്ച് വാട്സപ്പിൽ പ്രചരിപ്പിക്കുകയല്ല വേണ്ടത്. മറിച്ച് എന്താണ് വേണ്ടത്? നമ്മൾ ആ തെറ്റ് മറച്ചു വെച്ച് കൊടുക്കണം. നമ്മൾ ആ തെറ്റ് മറ്റൊരാളോട് പറയാൻ പാടില്ല. ഇപ്പൊ അഥവാ ഉദാഹരണം പറഞ്ഞാല്, ചെറിയൊരു തെറ്റ് ഒരാൾ ചെയ്തു, ചെറിയ തെറ്റ് ചെയ്തു. അപ്പൊ നമ്മള് അദ്ദേഹത്തെ ഉപദേശിക്കുക, ആ തെറ്റിൽ അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക. ഇനി മാറുന്നില്ല, തീർത്തും മാറുന്നില്ല, മൈക്കെടുത്ത് വെച്ച് ബയാനിലൂടെ പറയുകയല്ല വേണ്ടത്. മറിച്ച് എന്താ വേണ്ടത്? നമ്മൾ അദ്ദേഹത്തെ ഉപദേശിച്ച് നന്നാക്കാൻ പറ്റുന്ന ഒരാളോട് വേണം നമുക്ക് പറയാം, വളരെ രഹസ്യമായിട്ട്, വളരെ അമാനത്തായിട്ട്. അദ്ദേഹം ആ വ്യക്തി പറഞ്ഞാൽ അനുസരിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണേൽ മുനീർ ഉസ്താദിനോട് പറയാം അസ്ലമിന്റെ കുരുത്തക്കേടുകൾ, അതൊക്കെ രഹസ്യമായിട്ട് മുസ്തഫാമിക്ക് പോയി പറയാം, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉസ്താദെ, നന്മയ്ക്ക് വേണ്ടി പറയാം. അല്ല ഇവിടെ അൽസുവയുടെ ഫ്രണ്ടിൽ പോസ്റ്റർ ഒട്ടിച്ച് ഇന്ന ആൾ ഇന്ന ചെയ്തു പറഞ്ഞുകൊണ്ട് നടക്കാനോ ആ പോസ്റ്റർ വിളംബരം നടത്താനോ ഒന്നും പാടില്ല. കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ലോകത്ത്
എല്ലാവരെയും ഒരുമിച്ച് കൂടുന്ന, ഖിയാമത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആ വലിയ സദസ്സിലെന്തെയും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും തെറ്റുകൾ അല്ലാഹു വെളിപ്പെടുത്തും. അല്ലാഹു കാക്കുമാറാകട്ടെ. നമ്മള് സാധാരണ ഇപ്പം ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സാധാരണ നമ്മള് ചില കാര്യങ്ങൾ അവൻ അങ്ങനാണ് ഇവൻ ഇങ്ങനാണ് ഇഷ്ടപ്പെടാത്ത ഓരോ മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പറയാറുണ്ട്. അത് അയാളുടെ ന്യൂനതകളെ മറച്ചു വെക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു പറയുകയാണ്. നമ്മൾ എന്തിനാ അവരുടെ ന്യൂനതകൾ പറഞ്ഞുകൊണ്ട് കിടക്കണം? നമ്മൾ നമ്മുടെ ന്യൂനതകൾ ആദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മളെ തന്നെ സംസ്കരിക്കുക. മറ്റുള്ളവരുടെ ന്യൂനത ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞ് തിരുത്തുകയാണ് വേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക. എത്രത്തോളം പറഞ്ഞാലും അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. അല്ലേ? ഒരാളെ സഹായിക്കുമ്പോൾ അല്ലാഹു എന്തുണ്ടാവും? അല്ലാഹു ഒരാളെ സഹായിക്കുന്നത് തിരക്കിലായിരിക്കും. നമ്മൾ വളരെ എളുപ്പമാണ്. നമ്മൾ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒരു MP അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു രാജാവ് നമ്മളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ആകാംക്ഷ, കാണാൻ വരുമ്പോൾ തന്നെ ഇന്ന് തിരിഞ്ഞും പറഞ്ഞേക്കുന്ന സെൽഫി എടുപ്പ പണി. അപ്പം ലോകത്തിന്റെ റബ്ബുൽ ആലമീനായ അല്ലാഹു നമ്മളെ സഹായിക്കും. ഒരു MP അല്ല, ഒരു MLA അല്ല, ഒരു രാജാവല്ല, ഈ ലോകം അടക്കി ഭരിച്ച ചക്രവർത്തിമാരിൽപ്പെട്ട ആളല്ല, ഏതെങ്കിലും ഒരു സിനിമാ നടിയൊന്നുമല്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ലിഖാഹ് കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിനെ കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കും. അല്ലാഹു നമ്മളെ സഹായിക്കണമെങ്കിൽ എളുപ്പ വഴി, ഒരു ചില്ലി കാശിന്റെ ചെലവില്ല. നമ്മുടെ കൂട്ടുകാരനെ സഹായിച്ചാൽ മതി. ബുക്ക് എടുത്തോണ്ട് ഓടാന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാം? ഓടിപ്പോ ബുക്ക് എടുത്തോണ്ട് സഹായിക്കാം. മടിയന്മാർക്ക് കുടചൂടാൻ പാടില്ല എന്നേ ഉള്ളൂ. മടിയന്മാർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? കുടചൂടാൻ പാടില്ല. അല്ലാതെ എന്ത് സഹായങ്ങൾ എന്ത് ചെയ്യാം? നമുക്ക് പരസ്പരം ചെയ്യാം. അപ്പൊ അള്ളാഹു ഇപ്പൊ ഇത്തരം ചില ഹദീസുകളും ആയത്തുകളും സാധാരണയായി എന്ത് വരാറുണ്ട് നമ്മൾ പഠിക്കുമ്പോഴൊക്കെ. അതായത് അള്ളാഹു സഹായിക്കും, അള്ളാഹു നമ്മളിലേക്ക് അടുക്കും. നമുക്ക് ആ ഹദീസുകൾ മഹത്വത്തിന് വേണ്ടി നമ്മൾ കേൾക്കും, നമ്മളതിന് പ്രാധാന്യവൽക്കരിക്കാറില്ല. കാര്യം എന്താ? നമുക്ക് അള്ളാഹിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. അള്ളാഹിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഫലം കേൾക്കുമ്പോൾ, അള്ളാഹുവിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ വളരെ സബിഖു ഇലൽ ഖൈറാത്ത് വസാരിഉ ഇലാ മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കുള്ളതാണ് കേട്ടോ. നമുക്ക് മുത്തഖീങ്ങളാണെങ്കിൽ മുത്തഖീങ്ങൾക്കുള്ളതാണ് എന്ത്? സ്വർഗ്ഗം. അപ്പോൾ മഗ്ഫിറത്ത് റഹ്മത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? വേഗത കാണിക്കും. അപ്പോൾ അള്ളാഹുവിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തെങ്കിലും ഹദീസുകൾ പറയുമ്പോൾ അള്ളാഹുവിലേക്ക് എത്രത്തോളം നമുക്ക് അടുക്കാൻ പറ്റൂ അത്രത്തോളം അടുക്കുക. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റമദാനൊക്കെ നിരന്തരമായി ധാരാളം നേരം പള്ളിയിൽ ചെലവഴിക്കുന്നവരാണ്. നേരെ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇശായ്ക്ക് കൈയിട്ടും, എന്നിട്ട് എന്ത് ചെയ്യും? തറാവീഹ്, എന്നിട്ട് വിത്തർ. നീണ്ടൊരു സമയം 2-3 മണിക്കൂർ പള്ളിയിൽ കഴിയും അല്ലേ? ഒരു ബുദ്ധിമാനായ അള്ളാഹുമായിട്ട് അടുപ്പമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നേരെ കയറിയിട്ട് ആദ്യം ചെല്ലും നവൈത്തുൽ ഇഅ്തികാഫ് ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല. നമുക്കത് ഓർമ്മ വരില്ല. ഇന്നിപ്പോ ഇൻഷാ അല്ലാഹ് നടക്കുന്ന 5 മുതൽ നവൈത്തുൽ ഇഅ്തികാഫ് കരുതിയേ പറ്റൂ എന്നുള്ള നിയ്യത്തിൽ നമ്മൾ ഇവിടെ ഇറങ്ങിപ്പോകും. നമുക്ക് നടക്കുമോ? ഇല്ല. എന്നാൽ ഓരോ സെക്കൻഡിനും വണ്ണമേറെ പ്രതിഫലമാണ് ഈ ഇഅ്തികാഫിന്റെ പ്രതിഫലം. ഓരോ സെക്കൻഡിനും എഴുതപ്പെടിയാ. ജസ്റ്റ് ഒന്ന് പള്ളി ജസ്റ്റ് ഒന്ന് കുറച്ചു നേരം തങ്ങിയാൽ തന്നെ ഈ നവൈത്തുൽ ഇഅ്തികാഫ അതിന്റെ നിയത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രതിഫലം കൂടിയാ. അത്രത്തോളം പ്രതിഫലം ഉള്ളൊരു കാര്യം. എന്തെങ്കിലും പൈസ കൊടുക്കണോ? പ്രത്യേകിച്ച് പെൻഷനോ അല്ല അങ്ങനെ കൃത്യമായ അപേക്ഷ കൊടുക്കുക, ഫോം ഫില്ലിപ്പ് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ച് പ്രത്യേകിച്ച് ഇന്ന ആക്ഷേപം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറിച്ച് എന്ത് ചെയ്താൽ മതി? നമ്മളൊന്ന് സ്വന്തമായി നമ്മുടെ നഫ്സുകളോടൊന്ന് വിചാരണ ചെയ്താൽ മതി. നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് അല്ലാഹു അങ്ങനെ പള്ളിയിൽ കയറുമ്പോൾ ഇഅ്തികാഫിന് നിയത്ത് ചെല്ലാൻ നമ്മുടെ മനസ്സുകളിൽ വരുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് അല്ലാഹുവിനോട് എന്തോ പിണക്കമുണ്ട്. അല്ലാഹുവിന്റെ പിണക്കം എങ്ങനെയാ? നമ്മുടെ സൃഷ്ടികളുമായി നല്ല നിലയിൽ നമ്മൾ ഇടപെട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? അല്ലാഹുവിന്റെ ഭാഗത്തുള്ള എന്ത് ചെയ്യും? വെറുപ്പും അല്ലാഹുവിന്റെ ഭാഗത്തുള്ള ഒരു തൗഫീഖ് ഇല്ലായ്മ നമുക്കുണ്ടാവും. പല കാര്യം നമുക്ക് തൗഫീഖ് ഇല്ലാതെ പോകും. അപ്പോൾ ഇങ്ങനത്തുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തു. അതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റാത്തതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം നമ്മൾ ശരിയാകാത്തതുകൊണ്ട്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാകാത്തതുകൊണ്ട് അല്ലാഹുമായുള്ള ബന്ധം നമ്മൾ മാറ്റി വെച്ചിരിക്കുക. അല്ലാഹുമായി കൃത്യമായി ബന്ധം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇത്തരം നന്മകൾ വാരിക്കോരാൻ പറ്റൂ. പ്രത്യേകിച്ച് റമദാൻ മാസം വരിക, അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ആ കാര്യം മുന്നോട്ട് ഉണർത്തിയത്. അപ്പോൾ ഈ അല്ലാഹു പിന്നെ സാഹോദര്യ ബന്ധത്തിന്റെ മറ്റൊരു കാര്യമാണ് നമ്മൾ ഒരാളെ കൃത്യമായി സഹായിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ന്യൂനതയുടെ പേരിൽ നമ്മൾ അയാളെ സഹായം ചെയ്യൽ മുടക്കാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് വരുന്നുണ്ട്. സാധാരണ ഒരു ആയിഷ റളിയല്ലാഹു അൻഹ ഒരുപാട് ഉപദ്രവിക്കപ്പെട്ട, ഒരുപാട് മനസ്സിന് വേദന, ഒരു പെണ്ണെന്ന നിലയ്ക്ക്, ഒരു കന്യക സ്ത്രീ എന്ന നിലയ്ക്ക് വളരെ ബുദ്ധിമുട്ടേറിയ പ്രിയപത്നിയായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കന്യകയായ സ്ത്രീയായിട്ട് പോലും ബിക്രായ ഭാര്യയായിട്ട് പോലും ഒരുപാട് വേദനിപ്പിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ വ്യഭിചാര ആരോപണം എന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യഭിചാരമായ ആരോപണത്തിൽ മുന്നിട്ട് ഒരു സഹാബിയായിരുന്നു. സഹാബിയുടെ പേര് മിസ്തഹ് ഇബ്നു അസാസ റളിയല്ലാഹു അൻഹു. ആ സഹാബി ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെ സഹോദരിയുടെ മോനാണ്. വളരെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ത് ചെയ്തിരുന്നത്? സംഭാവനകളും മറ്റു പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ആരോപണം വന്നപ്പം ആരോപണം ഈ തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടപ്പം നേരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ഇനി ഇവനെ സഹായിക്കില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി. അങ്ങനെ പാടില്ല, സഹായിക്കുക തന്നെ വേണം, ഇല്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയൊരു അടി ഉണ്ടായി. ഒരാൾ ഒരുത്തന്റെ കണ്ണം കടിച്ചു, തിരിച്ചടിക്കലാണ് അക്രമം കാണിക്കണമെന്ന് ഹദീസ് ആയത്ത്. അക്രമം എന്ന് പറഞ്ഞാൽ എന്താ? അക്രമം കാണിക്കണം അല്ല. നമ്മള് പരസ്പരം അടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾ അടിച്ചു തിരിച്ചടിച്ചു കഴിഞ്ഞാല് പരസ്പരം എന്താണ്? വേർതിരിവ്. അത്തുക്കാക്കുമാരാണ് നിങ്ങൾ, ഉത്തമൻ ആരാണ്? ഉത്തമൻ ആരാന്നുള്ള തെളിവ് അവിടെ ക്ഷമ കാണിക്കലാണ്. വിട്ടുവീഴ്ച ചെയ്യുക, അഥവാ ഉപദ്രവം കൂടി തടുക്കുക, ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മള് വിട്ടുവീഴ്ച ചെയ്യുക. സാഹോദര്യ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് നമ്മൾ പരസ്പരം എന്ത് ചെയ്യുക? വിട്ടുവീഴ്ച ചെയ്യുക. ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക. സഹായത്തിന് തടസ്സമൊന്നും വരുത്താൻ പാടില്ല. നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് നമ്മളോടുള്ള സ്നേഹം വർദ്ധിക്കും, ധാരാളമായി വർദ്ധിക്കും. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. ഹഖ്ഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിമിനെ എത്ര കടമകളുണ്ട്? 6 കടമകളുണ്ട്. ഒന്ന്, ഇദാ ലഖിയഹു ഫസല്ലിം അലൈഹി. കണ്ടുമുട്ടിയാൽ കടന്തൽ കുത്തി കണക്ക് മോമ്പ് ഉറപ്പിച്ചിരിക്കാനുണ്ട്. എന്താണ്? ഫസല്ലിം അലൈഹി. എന്താണ്? സലാം പറയണം. സലാം പറയുന്നത് രക്ഷയുടെ ദുആയാണ്, അല്ലേ? പണക്കം മാറാൻ വേണ്ടി പരസ്പരം എന്ത് ചെയ്യുക? സലാം പറയുക. അസ്സലാമു അലൈക്കും. സലാമിന് വലിയ മഹത്വമുണ്ട്. പരസ്പരം എന്ത് ചെയ്യുക? നമ്മള് പല അനുഭവങ്ങളും ഉണ്ടായിട്ട് പല വിഷമങ്ങളും ദുനിയാവിന്റെ പല വിഷമങ്ങളും കാരണം ഇരിക്കുമ്പോൾ ചിലരുടെ പുഞ്ചിരിയോട് കൂടിയുള്ള സലാം, അസ്ലമിന്റെ പുഞ്ചിരിയോടുള്ള സലാം മുസ്തഫമിക്ക് എന്താണ്? അല്ലെങ്കിൽ മുഹമ്മദ് എന്താണ്? അത് വളരെ സന്തോഷമാണ്. ആ പല വിഷമങ്ങൾ എന്ത് ചെയ്യും? അകറ്റി മാറ്റും. വിളിച്ചാല് രണ്ടിടത്തോട് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കാം, മറ്റൊന്ന് വിളിച്ചാൽ ഉത്തരം നൽകുക. മോൻ പെരുപ്പിച്ച് പോവാതെ, മൈൻഡ് ചെയ്യാതെ, പുച്ഛിച്ച് ജാട കാണിച്ച് പോവാതെ എന്ത് ചെയ്യണം? പരസ്പരം എന്ത് ചെയ്യണം? പരസ്പരം ആ ഒരു സാഹോദര്യ ബന്ധത്തിന് എന്താ വിളിച്ച് അന്വേഷിച്ചിരുന്നല്ലോ എന്ത് ചെയ്യണം? നമ്മൾ തിരക്കണം. മറ്റൊന്ന് എന്തെങ്കിലും ഉപദേശം തേടിയ, വളരെ നമ്മളെയൊക്കെ ഉപദേശം തേടി വരുന്ന ഒരാള് നമ്മളെ പ്രതീക്ഷയിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പങ്കുവച്ചു, എല്ലാം നമ്മൾ കൃത്യമായിട്ട് കേട്ട് അവന് പറ്റുന്ന ഒരു ഉപദേശം, അവന് പറ്റുന്ന നല്ല നിലയിലുള്ള ചില സാരോപദേശം, നല്ല വാക്കുകൾ കൊണ്ട് അവനെ സാന്ത്വനിപ്പിക്കണം. പിന്നെന്താണ്? എന്താ അർത്ഥം? ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് പറയുകയും ചെയ്താൽ അതിനെന്ത് ചെയ്യണം? നമ്മള് ഉത്തരം പറയണം. ഈ തുമ്മിയാൽ എന്തിനാ അൽഹംദുലില്ലാഹ് പറയണം? എന്തിനാ അൽഹംദുലില്ലാഹ് പറയണം? തുമ്മുന്നതിന് അൽഹംദുലില്ലാഹ് പറയണ എന്തിനാ? പുതിയ ജീവിതത്തിലേക്ക് വന്നില്ലേ? അല്ലാഹ് നമ്മളെ ഹൃദയം ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കും. ആ ഇടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പിടിച്ച് നിർത്തിയിരുന്നെങ്കിൽ അവിടെ തീർന്നു. അപ്പൊ നമ്മൾ വീണ്ടും അല്ലാഹു ആ പിടിച്ചു നിർത്തി, ആ തിന്ന സമയത്ത് അല്ലാഹു അതിനെ പിടിച്ചു നിർത്തിയിട്ട് വീണ്ടും നമുക്ക് ആ ഇടിപ്പ് തന്നപ്പോ, ആ പ്രവർത്തനം നൽകിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? അല്ലാഹുവിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ്. അപ്പം ഇതിന് അപ്പൊ അങ്ങനെ നമ്മൾ ഹംദ് അല്ലാഹുവിന് ചെയ്യാണ്. അപ്പൊ അങ്ങനെ തുമ്മി ഹംദ് പറയുന്ന ആൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തുമ്മി അൽഹംദുലില്ലാഹ് പറയുന്നതാണ് നമ്മൾ എന്ത് ചെയ്യണം? യഹ്ദീകുമുല്ലാഹു വ യുസ്ലിഹ് ബാലക്കും. അല്ലാഹു നിനക്ക് അങ്ങനെയാണോ? ഹംദ് പറയുമ്പോൾ എന്ത് പറയണം? അറിയത്തില്ല. അർഹമക്കുല്ലാഹ്, അല്ലാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. എന്ത് ചെയ്യണം? അല്ലാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. തിരിച്ചെന്ത് പറയണം? യഹ്ദീകുമുല്ലാഹു
വയസ്ലിഹ് ബാലക്കും, അള്ളാഹു ഹിദായത്ത് തരട്ടെ, അള്ളാഹു നേർമാർഗത്തിൽ തന്നെ നിങ്ങൾ സ്വർഗത്തിൽ എത്തിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹു ചെയ്യട്ടെ. വയസ്ലിഹ് ബാലക്കും, നിങ്ങളുടെ അവസ്ഥകൾ നന്നാകട്ടെ. ഇവിടെ നമ്മൾ തുമ്മുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊരു കാര്യം, സാറിന്റെ ഒരു ദുആണ്, അല്ലാഹുമ്മ അസ്ലിഹ് ലി ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, എന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, കണ്ണിമ വെട്ടുന്ന സമയം പോലും നിന്റെ ശരീരം നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് നമ്മ നീ ഏൽപ്പിക്കല്ലേ. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിയില്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ശരീരത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത് ആരാണ്? അള്ളാഹുവാണ് ചെയ്തു തരുന്നത്. അപ്പൊ നമ്മളെ കൊണ്ടൊന്നിനും എന്ത് ചെയ്യില്ല, നമുക്ക് കഴിയില്ല. എന്ത് ചെയ്യാം? രോഗിയായാലും മാറിപ്പോകുന്ന എന്ത് ചെയ്യാ? സന്ദർശിക്കുക, രോഗ സന്ദർശനം നടത്തുക ഇല്ലേ? അപ്പം രോഗിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? രോഗ സന്ദർശനം നടത്തണം. ഇനി മരണപ്പെട്ടതായാലോ അദ്ദേഹത്തിന് ജനാസ എന്ത് ചെയ്യണം? പങ്കെടുക്കണം. അദ്ദേഹത്തിന് ജനാസ പങ്കെടുത്ത് അദ്ദേഹത്തിന് എന്ത് ചെയ്യണം? നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു മുസ്ലിമിന് മറ്റു മുസ്ലിമിനുള്ള കടമകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് വിവരിക്കുന്നത്. എത്രത്തോളം പരസ്പരം ബന്ധമുണ്ടെന്ന് അറിയിക്കുന്ന രണ്ട് ഹദീസുകളുണ്ട്. ഒന്നാണ് ലാ യുമിനു അഹദുകും ഹത്താ യുഹിബ്ബു ലഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സി. എന്താ അർത്ഥം? ഒരാൾ തനിക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതെന്തോ അത് തന്റെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നതിന് ആരും യഥാർത്ഥ വിശ്വാസികളാകില്ല എന്ന് പറഞ്ഞ് നേരെ പോയിട്ട് ഗൂഗിൾ പേ ഓൺ ആക്കിയിട്ട് ഫുൾ അക്കൗണ്ട് ബാലൻസ് നേരെ അങ്ങോട്ട് കൊടുക്കുകയല്ല. എന്റെ സഹോദരൻ ഇഷ്ടപ്പെടുന്ന ഇത്രയും പൈസ ഞാൻ ചെയ്ത് അവന് കൈമാറുന്നു. ഇഷ്ടപ്പെടാനേ പറഞ്ഞില്ല, കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? തന്റെ സഹോദരൻ എന്താണ് ഇഷ്ടം? തന്റെ സഹോദരന് കിട്ടണമെന്ന് ആഗ്രഹിക്കുക. പരസ്പരം അസൂയ വേണ്ടാന്ന് പറയുക. അസൂയ വെക്കാൻ പാടില്ല എന്ന് പറയുന്ന വലിയൊരു ഹദീസാണ്. പരസ്പരം അവന് കിട്ടരുത്, എനിക്ക് കിട്ടുന്നത് അവന് കിട്ടരുത്, അങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. അപ്പം ഈ സ്നേഹബന്ധത്തെ തകർക്കുന്ന ഏറ്റവും വലിയ മാരക വിഷമാണെന്ത്? അസൂയ എന്നുള്ളത് അല്ലേ? അസൂയ വളരെ അപകടകരമായ സാധനമാണ്. ഇവിടെ അസൂയ എന്ന് പറയുമ്പോൾ എന്താ? അസൂയ 3 തരമുണ്ട്. ഒന്ന്, തന്റെ സഹോദരന്റെ ഒരു നിഅമത്ത് കണ്ടിട്ട് നല്ല പഠിക്കാനുള്ള ബുദ്ധി അല്ലാഹു കൊടുത്തു, നല്ല സമ്പാദ്യം കൊടുത്തു, നല്ല പഠിക്കാനുള്ള സമ്പാദ്യം കൊടുത്തു. ആ സമ്പാദ്യം കണ്ടിട്ട് അവനത് കിട്ടരുത്, അവനത് പോകണം, അത് എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുക. ഒന്ന്. 2, ആ സമ്പാദ്യം അവന് കിട്ടരുത്, എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പക്ഷെ എന്ത് ചെയ്ത് അവനത് ഉണ്ടാകാൻ പാടില്ല, ഇങ്ങനെ ചിന്ത. ഇത് 2 അസൂയാണ്. ഇനി 3ാമത്തെ അസൂയുണ്ട്. അവന് പഠിച്ചു നല്ല ബുദ്ധി കൊടുത്തു, നല്ല സമ്പാദ്യം കൊടുത്തു, നല്ല ബുദ്ധി കൊടുത്തു, അവൻ ഖുർആൻ പഠിക്കുന്നു, മാഷാ അല്ലാഹ് എനിക്ക് അവനെ ഖുർആൻ പഠിക്കണം, എനിക്ക് ദീന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. എന്നാൽ അവന് കിട്ടാൻ പാടില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആഗ്രഹിക്കാൻ പാടില്ല. അപ്പൊ ഇതാണ് ഈ ഹദീസിന്റെ മറ്റൊരു ആശയം. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് മനസ്സിലായോ? നമ്മുടെ സഹോദരൻ നമ്മൾ ആഗ്രഹിക്കുക, നമുക്ക് കിട്ടുന്ന, എനിക്ക് നല്ലൊരു വീടുണ്ട്, എന്റെ കൂട്ടുകാരനോട് നല്ലൊരു വീടുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് നല്ലൊരു ബൈക്ക് ഉണ്ട്, എന്റെ കൂട്ടുകാരൻ നല്ലൊരു ബൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ, മനസ്സിലായി, എനിക്ക് നല്ല ബുദ്ധിയുണ്ട്, ഞാൻ നല്ല പാഠം പഠിക്കും, പക്ഷെ എന്റെ കൂട്ടുകാരൻ നീ ബുദ്ധി കൊടുക്കണേ. അങ്ങനെ പരസ്പരം എന്ത് ചെയ്യുക? ഒരു വലിയ സാഹോദര്യത്തിൽ ഐക്യത്തിൽ കഴിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹദീസ് അറിയിക്കുന്നത്. ഇത് മാത്രമല്ല, മറ്റ് പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ കൃത്യമായി നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണമെന്ന് പറഞ്ഞു. അതിനെ ചെല്ലുന്ന മറ്റൊരു ഹദീസാണ് അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ യശുദ്ദു ബഅദുഹു ബഅദ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മുഅ്മിനീങ്ങൾ മറ്റൊരു മുഅ്മിനെ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ എന്താണ്? ഒരു കെട്ടിടം പോലെയാണ്. ഒരുപാട് ഇഷ്ടികകൾ, ഒരുപാട് സാധന സാമഗ്രികൾ ചേർത്താണ് ശക്തിയായ ഒരു കെട്ടിടം പണിയുക. അതിൽ ചിലത് മറ്റൊന്നിന് ശക്തി പകരും എന്ന് പറയുന്നത് പോലെ, നേരത്തെ ശരീരത്തിന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും പരസ്പരം അഗാധമായ ബന്ധം, ഒരു കെട്ടിടം പോലെ ഉറച്ച ഐക്യത്ത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിലകൊള്ളണം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസാണ് ലാ യഹല്ലു മുസ്ലിമിൻ അയ്യഹ്ജുറ അഖാഹു ഫൗഖ സലാസി ലയാലി യൽതഖിയാനി ഫയഅലിദ് ഹാദാ വയഅലിദ് ഹാദാ വഖൈറുഹുമാ അല്ലദീ യബ്ദു ബിസ്സലാം. ഒരു മുസ്ലിമിന് തന്റെ സഹോദരനോട് 3 ദിവസത്തിൽ കൂടി വിട്ടേരിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? 3 ദിവസത്തിൽ കൂടി എന്താ പാടില്ല? പടക്കോ അടിയിടിയും ചെറിയ വിഷയങ്ങൾക്ക്, നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി എന്ത് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമ്മൾ പറയും, അവരെന്നോട് വരട്ടെ, അവരെന്നോട് പറയട്ടെ, അവരെന്നോട് മിണ്ടട്ടെ, അവരെന്നോട് എന്ത് ചെയ്യട്ടെ, അവരെന്നോട് സംസാരിക്കട്ടെ, അങ്ങനെ പറയാറുണ്ട്. അപ്പം അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്, വഖൈറുഹും അല്ലദീ യബ്ദു ബിസ്സലാം. നമ്മളിങ്ങനെ പറയുന്ന നിബന്ധനകൾക്ക് അറിയാം,
അപ്പോൾ നബിതങ്ങൾ എന്ത് പറഞ്ഞു? നിങ്ങൾ ഏറ്റവും ഉത്തമനാരാണ്? ആദ്യം സലാം പറയുന്നവരാണ്. അപ്പൊ സലാം പറഞ്ഞേക്കണം. കണ്ണ് പൂട്ടിയിട്ടാണ് എന്ത് ചെയ്യണം? ഒരു സലാം അങ്ങ് പറഞ്ഞേക്കണം. ആ സലാമിലൂടെ എന്ത് ചെയ്യും? ആ നശിച്ചു പോയ ആ ശിഥിലമായ പഴയ ബന്ധം എന്ത് ചെയ്യും? അത് ഊട്ടി ഉറപ്പിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. അടിയുണ്ടാക്കാനും കുരുത്തക്കേട് കാണിക്കാനും നിങ്ങൾ എന്ത് ചെയ്യരുത്? പരസ്പരം സഹായിക്കരുത്. മറിച്ച് എന്തിനു സഹായിക്കണം? തആവനു അലൽ ബിർരി വത്തഖ്വ. തഖ്വകൾ ഊട്ടിയുറപ്പിക്കാനും നന്മകൾ ചെയ്യാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദര ബന്ധത്തെ പറ്റി ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങൾ ഒരുപാടുണ്ട്. കുടുംബ ബന്ധം, അയൽവാസി വിഷയം, ഇതുമായി ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഹദീസുകൾ അത് കൃത്യമായി പഠിക്കാനും അത് കേൾക്കാനും അത് ശ്രവിക്കാനും അത് ജീവിതത്തിൽ അത് ഇൽമുകൾ നാഫിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ.